ഈ ടെക്നിക്ക് നിങ്ങളെ 90% ഓപ്ഷൻ ബൈയിങ്ങിൽ വിജയിപ്പിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കമന്റ്സുകൾ അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കും, ഇതിന്റെ റിസ്ക് റിവാർഡ് തെറ്റാണല്ലോ, ചാർജസ് പോലും നമുക്ക് തികയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സുകൾ. അതിനാണ് എനിക്ക് തരാൻ പറ്റുന്ന ഉത്തരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ട്രേഡിംഗ് മെത്തേഡ് കേട്ടോ. ഞാൻ ഒരിക്കലും നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ട് നോക്കിയിട്ട് ഞാൻ ട്രേഡ് ചെയ്യാറില്ല. സ്ട്രൈക്ക് ചാർട്ട് അഥവാ പ്രീമിയം സ്ട്രൈക്ക് ചാർട്ട് മാത്രം നോക്കിയിട്ട് ഞാൻ ട്രേഡ് ചെയ്യാറുള്ളൂ. പ്രീമിയം സ്ട്രൈക്ക് ചാർട്ടിൽ ഒരു 5 പോയിന്റ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടിൽ ഏകദേശം ഒരു 10 പോയിന്റ്സിന്റെ ഡിഫറൻസ് എന്തായാലും പ്രീമിയം ഡി കെ എന്നൊരു പ്രതിഭാസം കാരണം നമുക്ക് എന്തായാലും ഡിഫറൻസ് അവിടെ കാണിക്കും. ഈ 5 പോയിന്റ്സ് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ലോട്ട് നിങ്ങൾക്ക് ഒരു 80 to 200 അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള സ്ട്രൈക്ക് പ്രൈസ് നിങ്ങൾ ചൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ലോട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 400 അടുത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. ചാർജസ് ഒക്കെ കഴിച്ചിട്ടും നിങ്ങൾക്ക് ഒരു 300 റുപ്പീസ് മാറ്റി വയ്ക്കാൻ പറ്റും. അത് നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് ഡെയിലി പോയി നോക്കി നോക്കിയൊക്കെ ചിലപ്പോൾ നിങ്ങളെ ക്യാപിറ്റൽ തന്നെ ഡബിൾ ആവും മന്തിന്റെ നോക്കുകയാണെങ്കിൽ. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ റിസ്ക് റിവാർഡ് റേഷ്യോ. എന്റെ റിസ്ക് റിവാർഡ് റേഷ്യോ ആക്ച്വലി 1:2 ആണ്. 10 പോയിന്റ് സ്റ്റോപ്പ് ലോസും 20 പോയിന്റ്സ് ടാർഗറ്റും ആണ്. ഞാൻ മാക്സിമം 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെ ഞാൻ എടുക്കാറുണ്ട്. ഇൻ കേസ് 1:2 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ എനിക്ക് ഒരു 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ 10 സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ എന്റെ സ്ട്രാറ്റജിക്ക് 5 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% ആക്യുറേസ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എന്റെ ഈ ലോസ് ആയ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഞാൻ 2 ട്രേഡിൽ, വരുന്ന ട്രേഡിലോ അന്ന് തന്നെയോ അല്ലെങ്കിൽ അതിന് ശേഷം വരുന്ന 2 ട്രേഡിൽ അത് ഞാൻ റിക്കവർ ചെയ്യും. വീണ്ടും എന്റെ റിവാർഡ് ഞാൻ കൂട്ടിയെടുക്കും. 1:2 റിസ്ക് റിവാർഡിൽ കൂട്ടിയെടുക്കും. സ്റ്റോപ്പ് ലോസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ട്രേഡ് ചെയ്യുന്നത് എന്റെ സ്ട്രാറ്റജി സ്ട്രൈക്ക് ചാർട്ടിൽ വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എന്താണ് ഫസ്റ്റ് ഫൈൻഡ് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് ആണ് ഫൈൻഡ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് നോക്കുമ്പോൾ എനിക്ക് 10 പോയിന്റിനും കൂടുതലുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എന്റെ സ്റ്റോപ്പ് ലോസ് എവിടെയാണോ വരുന്നത് അവിടുന്ന് 10 പോയിന്റ് മേലേക്ക് കയറ്റിയിട്ടിട്ട് അവിടെ ഒരു ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കും. മാർക്കറ്റ് ആ ലെവലിലേക്ക് വന്ന് ടച്ച് ചെയ്താൽ മാത്രമേ ഞാൻ 5 പോയിന്റ് എടുക്കുള്ളൂ. 5 പോയിന്റ് കിട്ടിയാൽ ഞാൻ എക്സിറ്റ് ആയി. അഥവാ എന്റെ റിസ്ക് റിവാർഡ് 1:2 ആണെങ്കിൽ 1:2 കിട്ടിയാലും ഞാൻ എക്സിറ്റ്. അല്ലാണ്ട് നിങ്ങൾ ഒരു എൻട്രി പുഷ് ചെയ്തതിനു ശേഷം കണ്ണടച്ചുകൊണ്ട് ഒരു 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് താഴേക്ക് വലിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തായാലും സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് അടിക്കും. സ്റ്റോപ്പ് ലോസ് ഫൈൻഡ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എൻട്രി ഇടാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാവുള്ളൂ. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു 5 പോയിന്റ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ DM ചെയ്താൽ മതി. അല്ലാതെ ഈ വീഡിയോ ആണ് ഫസ്റ്റ് കാണുന്നതെങ്കിൽ ഇതിനു മുമ്പുള്ള ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കിലുള്ള ഈ വീഡിയോ നിങ്ങൾ പോയി കാണാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐഡിയാസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറച്ചും കൂടി കൂടും. അതുപോലത്തെ എഫക്റ്റീവ് ടിപ്സുകൾക്കും ട്രിക്സുകൾക്കും ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ട്രേഡിംഗ് ഫ്രണ്ടിനെ സെൻഡ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ.